ഫാമിലി ആൽബം മിക്ക ആളുകളും കീപ്പ് ചെയ്യാറുണ്ട്. അവരുടെ ഫാമിലിയിൽ ഓരോരുത്തരും ജനിച്ച കാലം മുതൽ ഇപ്പോഴുള്ള സമയം വരെയുള്ള മിക്ക ഫോട്ടോസും ഈ ആൽബത്തിൽ ഉണ്ടാവും. അതേപോലെ ഈ ക്രിയേഷൻ ആരംഭിച്ചത് മുതൽ ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളും ഒന്നും വിടാതെ റെക്കോർഡ് ആവപ്പെടുന്നുണ്ട്. ആകാശിക് എലമെന്റൽ, പഞ്ചഭൂതങ്ങളിൽ അഞ്ചാമത്തെ എലമെന്റായ ആകാശിക് എലമെന്റൽ, ഇതിനെയാണ് ആകാശിക് റെക്കോർഡ് എന്ന് പറയാം. ആൻഡ് മറ്റൊരർത്ഥത്തിൽ ദിസ് ഈസ് ദ മെമ്മറി ബുക്ക് ഓഫ് യൂണിവേഴ്സ്. പ്രപഞ്ചത്തിലെ എല്ലാ ഓർമ്മകളും ഈ ആകാശിക് റെക്കോർഡിലുണ്ട്. ഇത് കൂടാതെ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും ഓരോ ജന്മങ്ങളും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അവർക്കുണ്ടായ ഓരോ ഓർമ്മകളും അവരിനി എന്തെല്ലാം കടന്നു പോകണമെന്നുള്ള ഫ്യൂച്ചർ വരെ ഈ ആകാശിക് റെക്കോർഡിൽ ഉണ്ട്. കറക്റ്റായി ആക്സസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പാസ്റ്റ് ലൈഫ് മാത്രമല്ല ഫ്യൂച്ചർ ലൈഫ് വരെ ഒരാൾക്ക് കൃത്യമായിട്ട് വായിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആകാശിക് റെക്കോർഡ് എന്താണെന്നും പാസ്റ്റ് ലൈഫുമായിട്ടുള്ള ഇതിൻ്റെ കണക്ഷൻ എന്താണെന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇൻഡിവിജ്വൽ ആകാശിക് റെക്കോർഡ്സിനെ കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നാഡി ജ്യോതിഷം ആ ഒരു ടേം ഒന്ന് ഓർത്താൽ മതി. നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും. അഗസ്ത്യ മുനിയുടെ ഒരു ഫൈൻഡിംഗ് ആണ്, ലോകത്തിൽ ഇതുവരെ ജനിച്ച ഇനി ജനിക്കാൻ പോകുന്ന എല്ലാ മനുഷ്യരുടെയും പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ അദ്ദേഹം താളിയോലകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓൾറെഡി അതവിടെയുണ്ട്. ഈ താളിയോലകളുടെ കസ്റ്റഡി ഉള്ള ഒരുപാട് സിദ്ധന്മാരും ഒരുപാട് യോഗികളും ഈ നോർമലായ പരമ്പരയായിട്ട് അത് കീപ്പ് ചെയ്യുന്ന കുടുംബങ്ങളും ഇന്ന് തമിഴ്നാട്ടിൽ കാഞ്ചീപുരം ഭാഗത്തുണ്ട്. എത്ര പേര് അക്യുറേറ്റ് ആണെന്നൊന്നും ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല, പക്ഷെ സംഭവം ഉള്ളതാണ്. നാഡി ജ്യോതിഷം റിയൽ ആണ്. എങ്ങനെ അഗസ്ത്യ മുനിക്ക് ഇതുവരെ ജനിക്കാത്ത മനുഷ്യരുടെ വരെ പാസ്റ്റ് ആൻഡ് പ്രസന്റ് കാണാൻ പറ്റി? എങ്ങനെ അവരുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റി? ആകാശിക് റെക്കോർഡ്. കാരണം നിങ്ങൾ ഏതോ ജന്മമായിക്കോട്ടെ, അവിടെ നിങ്ങൾ ജനിച്ചു മരിച്ചു എന്ന് വിചാരിക്കുക. മരണസമയത്ത് ആ ജന്മത്തിൽ നിങ്ങൾ ചെയ്തു കൂട്ടിയ എല്ലാ കാര്യങ്ങളും ഈ ആകാശിക് എലമെന്റിൽ, ഈ ആകാശിക് ഫിഫ്ത്ത് എലമെന്റ് ഉണ്ടല്ലോ, അതിൽ അവിടെ പോയിട്ട് സേവ് ആവും. ഒരു ഡാറ്റ അപ്ലോഡ് ആവുന്ന പോലെ അവിടെ പോയിട്ട് ഇത് മുഴുവൻ സ്റ്റോർ ആവും. പിന്നീട് നിങ്ങൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു പുതിയ ശരീരം എടുത്ത് തിരിച്ചു വരുമ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ തന്നെ ഇത് മുഴുവനും ഡൗൺലോഡ് ആവും. ദെൻ നിങ്ങൾ ആ വയറ്റിൽ നിന്ന് പുറത്ത് വരുമ്പോഴാണ് ഈ ഒരു ഡാറ്റ ആക്ടിവേറ്റ് ആവുന്നത്. അവിടെ മുതലാണ് കാർമിക് സൈക്കിൾ വീണ്ടും ആരംഭിക്കുന്നത്. നിങ്ങൾ എന്തൊക്കെ അൺഫിനിഷ്ഡ് ആയിട്ട് കഴിഞ്ഞ ജന്മങ്ങളിൽ വെച്ചിട്ടുണ്ടോ അത് മുഴുവനും ഈ ജന്മത്ത് റീസ്റ്റാർട്ട് ആവും. ഇതാണ് അൺഫിനിഷ്ഡ് കർമ്മ, ഓർ ഇൻ അതർ വേർഡ്സ് കാർമിക് ബ്ലോക്കേജസ് അല്ലെങ്കിൽ കാർമിക് സൈക്കിൾസ് എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾ ആ ശരീരത്തോടെ കൊണ്ടുവരിക എന്നുള്ളതല്ല. നിങ്ങളുടെ സൂക്ഷ്മ ശരീരത്തിൽ മുഴുവൻ മെമ്മറീസും ഉണ്ട്. ഈ മെമ്മറികൾ നമ്മളൊരു സെർവറിൽ, ഗൂഗിൾ ഡ്രൈവ് എന്നൊക്കെ പറയുന്ന പോലെ ആകാശിക് റെക്കോർഡിൽ പോയിട്ട് അവിടെ തന്നെ സേവായി കിടക്കും. നിങ്ങൾ എത്ര ജന്മം ക്രോസ് ചെയ്താലും അത് നിങ്ങൾ ഫിനിഷ് ചെയ്യുന്നത് വരെ ആ കർമ്മങ്ങൾ നിങ്ങളെ ഹണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. നൗ ദിസ് ഈസ് ഇൻഡിവിജ്വൽ ആകാശിക് റെക്കോർഡ്. ഇതാണ് അതിന് പിന്നിലൊരു തിയറി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നൗ ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ കുറച്ച് മുമ്പ് സൂചിപ്പിച്ച പോലെ റിപ്പീറ്റിംഗ് ലൂപ്പാണ്. ഇപ്പോൾ ഈ വീഡിയോ കേൾക്കുന്നവർക്ക് എന്തായാലും നിങ്ങൾ സ്പിരിച്വാലിറ്റിയുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അനുഭവം ഉണ്ടാവും. ഒരേ സിറ്റുവേഷൻ പിന്നെയും പിന്നെയും റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കുക. നിങ്ങൾ എവിടെ പോയാലും എങ്ങോട്ട് പോയാലും നിങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ സെയിം ആണ്. യാതൊരു മാറ്റവും ഉണ്ടാവില്ല. സെയിം തിങ് റിപ്പീറ്റിംഗ് അഗൈൻ. നിങ്ങൾ എത്ര എഫേർട്ടുകൾ മാറ്റിയെടുത്താലും അവസാനം വരുന്ന റിസൾട്ട് സെയിം ആയിരിക്കും. എത്ര അധ്വാനിച്ചാലും കിട്ടുന്ന റിസൾട്ട് സെയിം ആയിരിക്കും. എവിടെ പോയാലും നിങ്ങൾ അനുഭവിക്കുന്ന അനുഭവങ്ങൾ സെയിം ആയിരിക്കും. നൗ ദിസ് ഈസ് എ റിപ്പീറ്റിംഗ് ലൂപ്പ്. ഒരിക്കലും അവസാനിക്കാതെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ചക്രം. ഇനി കുറച്ചുകൂടെ റിലേറ്റബിൾ ആയ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എത്ര പുതിയ ആൾക്കാർ ലൈഫിൽ വന്നാലും അവരൊക്കെ ഒരേപോലെ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് ആദ്യം ഒരു ലവർ ഉണ്ടായിരുന്നു വിചാരിക്കുക, അവരായിട്ടൊരു വഴക്കായി പോയി, എല്ലാം ഒന്ന് മറന്ന് ഒന്ന് സമാധാനത്തിലേക്ക് വന്ന് പുതിയൊരു ലവറിലേക്ക് നിങ്ങൾ കടന്ന് ഒന്ന് സെറ്റായി വരുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈ ഡിസാസ്റ്ററും ആ ഡിസാസ്റ്റർ പോലെ സെയിം ആണ്. ഒരു ദുരന്തം കഴിഞ്ഞു പോയി എന്ന് വിചാരിക്കുമ്പോഴേക്കും അടുത്ത ദുരന്തം അതേ സ്റ്റൈലിൽ വന്നു. എത്ര പേർക്ക് അനുഭവമുണ്ട്. അത് ഫ്രണ്ട്ഷിപ്പ് എടുത്താലും റിലേഷൻഷിപ്പ് എടുത്താലും ഒരേ ടൈപ്പ് ആൾക്കാരെ തന്നെ, മീൻസ് ആ കഴിഞ്ഞു പോയ ആളുടെ ആത്മാവ് ഒരു പുതിയ ശരീരം എടുത്ത് നിങ്ങളെ വേട്ടയാടാൻ വന്ന പോലെ നിങ്ങൾക്ക് തോന്നും. റിപ്പീറ്റിംഗ് ലൂപ്പ്. വൈ? ദർ ഇസ് അൺഫിനിഷ്ഡ് കർമ്മ റെക്കോർഡഡ് ഇൻ ദ ആകാശിക് റെക്കോർഡ്സ്. അത് ഈ ബോഡിയിൽ തിരിച്ചു വന്നു, കറക്റ്റ് സമയത്ത് അത് അൺലീഷ് ആവുന്നു. ഇതുകൊണ്ടാണ് നിങ്ങൾ സെയിം കർമ്മ തന്നെ, സെയിം കാർമിക് സൈക്കിൾ തന്നെ
നിങ്ങൾ ആ ലെസൺ പഠിച്ച് തീർക്കുന്നത് വരെ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളത് ഫിനിഷ് ചെയ്യുന്നത് വരെ, അതായത് ആ ഒരു ലെസൺ നിങ്ങളെ എന്താണ് പഠിപ്പിക്കുന്നത്, ഈ സിറ്റുവേഷൻ റിപ്പീറ്റായി നിങ്ങളെ എന്താണ് കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നത്, അത് കണ്ടുപിടിച്ച് അതിൻ്റെ ഒരു സൊല്യൂഷൻ കൊണ്ടുവരുന്നത് വരെ നിങ്ങൾ ഒരേ സിറ്റുവേഷൻ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരേ ടൈപ്പ് ആൾക്കാരെ തന്നെ നിങ്ങളിങ്ങനെ മീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു ജീവിതമല്ല. നിങ്ങളൊരു സർക്കസ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒന്ന്, നിങ്ങൾ ആകാശിക് റെക്കോർഡ് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ആക്സസ് ഉണ്ടായിരിക്കണം. രണ്ടാമത്, നിങ്ങളെ കൊണ്ടത് ഇറേസ് ചെയ്യാൻ സാധിക്കണം. എങ്ങനെ നമുക്കിത് ഇറേസ് ചെയ്യാം? ഗൂഗിൾ ഡ്രൈവിലും ഗൂഗിൾ ഫോട്ടോസിലും ഒരു ഫയൽ അപ്ലോഡ് ചെയ്ത് അതിന് ഡിലീറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ആകാശിക് റെക്കോർഡിൽ പോയിട്ട് ഡാറ്റ കണ്ടുപിടിച്ച് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഈവൻ ടോ യോഗികൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ ചെയ്യുന്നത് അറിയാലോ, അവരെ കണക്കാക്കേണ്ട ആവശ്യമില്ല. അവർ വേറെ റേഞ്ചാണ്. ബട്ട് ഫോർ എ സാധക, ഫോർ എ സ്പിരിച്വൽ സീക്കർ എന്നൊരു ആംഗിളിൽ വരുമ്പോൾ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്, നിങ്ങളത് നേരിട്ടങ്ങ് ഫേസ് ചെയ്യാം. വാട്ട് എവർ ബി ദ കർമ്മ, അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ, ഏത് വ്യക്തികൾ വന്നാലും ഏത് സിറ്റുവേഷൻ വന്നാലും യാതൊരു അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ എന്താണോ അതിൻ്റെ പാത, അതിൻ്റെ ആ ഫ്ലോയിൽ നിങ്ങൾ ഒഴുകി പോവുക. ജസ്റ്റ് ഫേസ് ഇറ്റ് വിത്തൗട്ട് എനി ഇമോഷൻ, വിത്തൗട്ട് എനി അറ്റാച്ച്മെൻറ്റ്. ഇതാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. കാരണം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു കർമ്മയും നിങ്ങളോട് അറ്റാച്ച് ആയിട്ട് നിൽക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു യോഗ പ്രാക്ടീസ്, ഒരു സാധന ഓർ ചാൻഡിങ് സംതിങ് ഉണ്ടെങ്കിൽ അത് നല്ല ഇൻറ്റൻസ് ആയിട്ട് ചെയ്യുക, അതിൻ്റെ ഹീറ്റ് വർദ്ധിപ്പിക്കുക. ഇങ്ങനെ ചെയ്താലും ആവശ്യമില്ലാത്ത മൈനർ കർമാസ്, മൈനർ റെക്കോർഡ്സ് എല്ലാം അവിടെ ഫുള്ളി എറേസ് ആയിട്ട് പോകും. അത്യാവശ്യം നിങ്ങൾ പഠിച്ചിരിക്കേണ്ട പാഠങ്ങൾ എന്നുണ്ടാവും, അത് മാത്രം പ്രകൃതി നിങ്ങൾക്ക് തേടിക്കൊണ്ടുവന്ന് തരും. നിങ്ങളത് പഠിച്ചേ പറ്റൂ, വേറെ വഴിയൊന്നുമില്ല. അത് നിങ്ങൾ ഫേസ് ചെയ്യണം. അല്ലാത്ത പക്ഷം നിങ്ങളതൊന്നും ബാക്കിയുള്ള മൈനർ കർമാസ് ഒന്നും സാധനയുടെ ബലത്തിൽ കത്തിപ്പോവും. നിങ്ങളത് ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ദീസ് ആർ ദ ഓൺലി വേസ്. പിന്നെ പാസ്റ്റ് ലൈഫ് ടൈം കർമ്മ അത് ഇൻ്റഗ്രൽ ആണെങ്കിൽ, അതായത് ഇപ്പോൾ നിങ്ങൾ അൺഫിനിഷ്ഡ് ആയിട്ട് ഒരു കർമ്മ അവിടെ ലീവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു ചോയ്സും ഇല്ല, അത് നിങ്ങളെ തേടി വന്നിരിക്കും. നിങ്ങൾ ആ ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങൾ ചെയ്ത എന്തെങ്കിലും ഒരു തെറ്റോ, ഒരു നിങ്ങൾക്കറിയാതെ സംഭവിച്ച എന്തെങ്കിലും ഒരു ഡേഞ്ചറോ എന്തെങ്കിലും ആയിരിക്കും, അത് നിങ്ങൾ അനുഭവിച്ച് തീർത്തേ പറ്റൂ. അല്ലെങ്കിൽ ആ അനുഭവത്തിലൂടെ ആ പാഠം പഠിച്ച് അതിനെ ക്ലോസ് ചെയ്തേ പറ്റൂ. വേറെ വഴിയൊന്നും അവൈലബിൾ ആയിരിക്കില്ല. Okay, so this is the definition and explanation of Akashic record.